റഷ്യയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ താരിഫ് ഏർപ്പെടുത്തിയ US നടപടിയാണ് ദേശീയ തലത്തിലെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയിൽ നിന്ന് US-ലേക്കുള്ള പ്രധാന കയറ്റുമതികളായ ലെതർ, രാസവസ്തുക്കൾ, പാദരക്ഷകൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ചെമ്മീൻ എന്നിവയുടെ വിപണിയെയാണ് US നടപടി കാര്യമായി ബാധിക്കുക. ഇന്ത്യയും റഷ്യയുമായുള്ള അടുത്ത ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിന് ഡോളറോ യൂറോയോ നിർബന്ധമല്ല. ഇന്ത്യൻ രൂപയിലും റഷ്യൻ റൂബിളിലും ഇടപാടുകൾ നടത്താൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ കയറ്റുമതിക്കാരെയും ഇറക്കുമതിക്കാരെയും സഹായിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ ബന്ധവും ശക്തമാണ്. ഉദാഹരണത്തിന് 1971 ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധകാലത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ US പടക്കപ്പലുകൾ അയച്ചു. എന്നാൽ ഇന്നത്തെ റഷ്യയുടെ മുൻ രൂപമായ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുമായി ഒരു സൗഹൃദ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യക്കെതിരായ ഏതൊരാക്രമണവും സോവിയറ്റ് യൂണിയനെതിരായ ആക്രമണമാണെന്ന് ഈ കരാർ പ്രഖ്യാപിച്ചു. കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും അന്തർവാഹിനികളും പടക്കപ്പലുകളും വിന്യസിച്ചു. ഇതോടെ ഇന്ത്യക്കെതിരായ US നീക്കങ്ങൾ മരവിപ്പിക്കേണ്ടി വന്നു. എന്നാൽ 1999 BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ പതിയെ US നേതൃത്വത്തിലുള്ള ആഗോള സഖ്യത്തിലേക്ക് മാറാൻ ശ്രമിച്ചു. റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ US-ഉമായുള്ള അടുപ്പം ശക്തമാക്കി. തങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് ട്രംപും മോദിയും ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. മൈ ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപുമായി മഹത്തരമായ സംഭാഷണം നടത്തിയെന്നുവരെ മോദി പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് എന്നും PM എന്നും ഇരുവരും പരസ്പരം വിളിച്ചു. എന്നാൽ പ്രധാനമന്ത്രി തൻ്റെ സുഹൃത്താണെങ്കിലും ഇന്ത്യക്കെതിരായ തീരുവ ഉയർത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇടപാടിൻ്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ആദ്യം 25% നികുതി US ഏർപ്പെടുത്തി. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അത് 50% ഉയർത്തുകയും ചെയ്തു. ഈ അധിക തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US-ൽ വില വർദ്ധിക്കുന്നതിന് ഇടയാക്കും. US-ലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 40 മുതൽ 50% വരെ കുറയുന്നതിനും കാരണമാകും. ചെമ്മീൻ 50%, ഓർഗാനിക് കെമിക്കൽസ് 54%, കാർപ്പറ്റുകൾ 52.9%, വസ്ത്രങ്ങൾ 60.3% മുതൽ 63.9% വരെ, തുണിത്തരങ്ങൾ 59%, ഡയമണ്ട് ഗോൾഡ് ഉൽപ്പന്നങ്ങൾ 52.1%, സ്റ്റീൽ, അലുമിനിയം, കോപ്പർ 51.7%, യന്ത്രഭാഗങ്ങൾ, അനുബന്ധ ഘടകങ്ങൾ 51.3%, വാഹനങ്ങൾ, വാഹന ഘടകങ്ങൾ 26%, ഫർണിച്ചറുകൾ, കിടക്ക നിർമ്മാണ ഘടകങ്ങൾ 52.3% എന്നിങ്ങനെയാണ് താരിഫ്. ഇത് ഇന്ത്യയിലെ വിവിധ മേഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. US നടപടി കേരളത്തിൻ്റെ കയറ്റുമതി മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടുന്നത്. സമുദ്ര ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, തേയില എന്നിവയുടെ കയറ്റുമതിയെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. കേരളത്തിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങളുടെ പ്രധാന വിപണിയാണ് US. രാജ്യത്ത് ഏറ്റവും അധികം സമുദ്രോൽപ്പന്ന സംസ്കരണ ഫാക്ടറികൾ ഉള്ളതും സംസ്ഥാനത്താണ്. ശീതീകരിച്ച ചെമ്മീൻ, കണവ, കൂന്തൽ, ഉണക്കമീൻ തുടങ്ങിയവയാണ് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത്. ചെമ്മീൻ കയറ്റുമതിയുടെ 30% കേരളത്തിൽ നിന്നാണ്. 2024-25 സാമ്പത്തിക വർഷം 7000 കോടിയോളം രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കേരളം കയറ്റുമതി ചെയ്തത്. ഇതിൽ 20,000 ടൺ US-ലേക്കായിരുന്നു. ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയും ആഭ്യന്തരോൽപാദകരെ സംരക്ഷിക്കുന്നതിന് ചുമത്തുന്ന കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയും കൂടി ചേർന്ന് 17.7% ചുങ്കമുണ്ടായിരുന്നത്. ഇത് പുതിയ തീരുമാനത്തോടെ വൻതോതിൽ വർദ്ധിക്കും. ഇതോടെ കേരള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വില കുത്തനെ ഉയരും.
കേരളത്തിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് നഷ്ടമാവുമെന്നതിനാൽ സ്വാഭാവികമായും US വ്യാപാരികൾ ഇറക്കുമതിക്കായി തീരുവ കുറവുള്ള മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കും. കേരളത്തിൻ്റെ കാർഷികോൽപ്പന്നങ്ങൾക്കും US നടപടി തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. നമ്മുടെ കാർഷികോൽപ്പന്നം ഏറ്റവും അധികം വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് US. ആകെ കയറ്റുമതിയുടെ 20% അവർ വാങ്ങുന്നത്. കശുവണ്ടി, പച്ചക്കറി, അരി, സംസ്കരിച്ച പഴം, ധാന്യപ്പൊടി തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2024-25 സാമ്പത്തിക വർഷം 45.32 കോടിയുടെ 777.47 ടൺ കശുവണ്ടി കയറ്റുമതി ചെയ്തു. ഇതടക്കം 183.62 കോടിയുടെ 3984.65 ടൺ സംസ്കരിച്ച പഴങ്ങളും പഴച്ചാറുകളും ഉൾപ്പെടെ 551.67 കോടിയുടെ 18,792.42 ടൺ കാർഷികോൽപ്പന്നങ്ങളാണ് US വാങ്ങിയത്. അധിക തീരുവ മൂലം ഇവക്കും US വില ഉയരും. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപ്പര്യം സംരക്ഷിക്കാൻ വലിയ വില നൽകുമെന്നാണ് ട്രംപിൻ്റെ തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. സെൻസെക്സും നിഫ്റ്റിയുമെല്ലാം ഇടിഞ്ഞിട്ടും ഈ സാഹചര്യത്തെ അത്യപൂർവമായ അവസരമായി കാണണമെന്നാണ് നീതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്ത് ആവശ്യപ്പെട്ടത്. കർഷകരെ നിയന്ത്രിക്കാൻ മോശം നിയമങ്ങൾ പാസാക്കിയ കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കാനാവില്ലെന്നാണ് കർഷക സംഘടനകൾ വിലയിരുത്തുന്നത്. 1995 മുതൽ 2014 വരെ 2,96,438 കർഷകർ ആത്മഹത്യ ചെയ്ത രാജ്യമാണ് ഇന്ത്യ. 2014 മുതൽ 2022 വരെ 1,474,000 കർഷകരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. കർഷകർക്ക് ഗൗരവമുള്ള പിന്തുണ നൽകാൻ തയ്യാറാവാത്ത സർക്കാരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാനാവുമോ?